ആ കയറൊക്കെ ഇട്ട് വെച്ചേക്കണോണ്ട് നമുക്ക് പിന്നെ ഒരു തടയായി. കാരണം ബെന്തോസുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആ സൈഡിലേക്കുള്ള കയറ് വലിച്ച് ടൈറ്റ് ആക്കാടാന്ന് പറഞ്ഞു. അങ്ങനെ ആ കയറ് വലിച്ച് ആ ലൂസിൽ നിന്നിരുന്ന ആനേനെ കുറച്ചും കൂടി ടൈറ്റ് ആക്കി നിർത്തി. കാരണം ആ ഫുൾ ലൂസ് ഉള്ളത് ഞങ്ങൾ കുറച്ച് ടൈറ്റ് ആക്കി. കാരണം ഒലിവ് ഇനി ഒരു 10 ദിവസം കൂടി അല്ലെങ്കിൽ ആ ഒലിക്കുള്ളൂ നമുക്കറിയാം. കാരണം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ കുറച്ച് ആൾക്കാർക്ക് അത് അറിവില്ലായ്മയാണോ അത് ഞാൻ അറിഞ്ഞിട്ടത് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണെന്ന് എനിക്ക് അറിയില്ല. ആ ഒലിവ് ഫുള്ള് തീർന്ന് കന്നത്തിൽ നിന്ന് ഒലിവ് തീർന്ന ഒരു ദിവസം 2 ദിവസം ആന ഇരുത്തി ഒന്ന് കഴുകും. അത് കഴിഞ്ഞ് ആന കഴിച്ച് അപ്പം മാറ്റി വിടണം. അപ്പോൾ ചിലപ്പോൾ ഈ ഒലിവ് ഫുള്ളായിട്ട് തീർന്നിട്ടുണ്ടാവില്ല. അപ്പോഴും നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. കാരണം അങ്ങനെ തീരാണ്ടാണ് ആന അഴിച്ചു വിടണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് വേനൽക്കാലമായി കഴിയുമ്പോൾ അത് വീണ്ടും അത് കോളായിട്ട് മാറിയിട്ട് അത് നമ്മളെ തന്നെ മെക്കിട്ട് കയറും. ആ സമയത്ത് പിന്നെ സ്നേഹമോ അല്ലെങ്കിൽ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. കോള് കയറിയ നല്ല തരിപ്പായ ആനകൾ മെക്കിട്ട് കയറും. അപ്പം ഞാൻ ഒരു 10 ദിവസമൊക്കെ ഇതിനെ കൈകാര്യം തറിയിൽ ചെയ്തു. ഭയങ്കര ചാർജിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ദിവസം ചെല്ലുന്തോറും ചാർജിങ് കുറഞ്ഞ് വന്ന് നോർമലായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ സാധാരണ ഒരു കണ്ടീഷനിൽ ആന അഴിച്ചു വിടാം. പക്ഷേ ഞാൻ അപ്പോഴും ആന അഴിച്ചു വിട്ടില്ല. ഞാനൊരു 10 ദിവസം കൂടി നിർത്തി. അപ്പോൾ എനിക്ക് തോന്നുന്നു 10 ദിവസം കൂടി ഒലിവ് കഴിഞ്ഞൊരു 10 ദിവസം കൂടി ആനയെ നിർത്തിയായിരുന്നു. അത് കഴിഞ്ഞ് ആന കണയൊക്കെ ഇറക്കി മൂത്രം ഒഴിച്ച് നമ്മളെ കാണുമ്പോൾ കണയൊക്കെ ഇറക്കിയിട്ട് അതും അതിനെ കണക്കൊക്കെ ഒരു തീരെ ടെമ്പർ ഉണ്ടാവില്ല. തളർന്നൊടിഞ്ഞ് ഇങ്ങനെ കിടക്കുള്ളൂ. ഒന്നാനയ്ക്ക് അത് മൂത്രം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മൂത്രവാലിച്ച് നിന്ന് കണയൊക്കെ പുറത്തിറക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് ആന നോർമലായതിന് ശേഷമാണ് ഞാൻ പിന്നെ ആനയുടെ അടുത്തേക്ക് ചെല്ലണത്. അപ്പോൾ ആനയുടെ അടുത്തേക്ക് ചെന്ന് ബാഗിൽ ചെല്ലും. കയറൊക്കെ ടൈറ്റാക്കി ഒരു ദിവസം ഇങ്ങനെ ഇതാക്കി ചെന്ന് കൂടി. അപ്പോൾ എന്നോടുള്ള ചാർജിങ് കുറഞ്ഞു. മെല്ലെ അമരത്തൊക്കെ പോയി തൊട്ട് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. ഒരു ദിവസം നോക്കി നല്ലൊരു സമയം നോക്കി പറയുക. അപ്പോൾ അവിടെ അമ്പലത്തിൽ നിന്ന് പറയും ഇന്ന ദിവസം കുഴപ്പമില്ല, ഇത്ര സമയത്തിനുള്ളിൽ തറി കയറിക്കോളാൻ പറയും. അങ്ങനെ ചെല്ലും വരും. അവിടെ അച്ഛൻ വരും, തോട്ടിയും വടിയും തരും, വാങ്ങും, ആന ഇരുത്തും, ഇരിക്കാൻ പറയും. ബാഗിൽ ചെന്നിട്ട് ആ വടി എടുത്തിട്ട് ഇങ്ങനെ ഓങ്ങുള്ള അപ്പോഴത്തേക്ക് ആന ഇരിക്കും. ഇരുന്നു കിടന്നു. ആനേനെ കഴുകി വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ആനയുടെ ഫുള്ള് കോള് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആന ഫുള്ള് നോർമലായി. ഞാൻ ഇപ്പോഴും പറയണത് അങ്ങനെയാണ്. ഒലിവ് കഴിഞ്ഞാലും ഒരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം ആനേനെ തറിയിൽ നിർത്തി നിങ്ങൾ ആനക്കാർ തറിയിലൊക്കെ നിന്ന് പെരുമാറി ആനേനെ ഒരു 5-6 പ്രാവശ്യം തറിയിലേക്ക് ഇരുത്തി കഴുകി വൃത്തിയാക്കി അടുത്ത് പോയി ചോറൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് വല്ല മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുമാതിരി തന്നെ ഇത്രയും ഇതാക്കി നിൽക്കുകയല്ലേ, ചങ്ക് വാർന്ന് നിൽക്കണ ആനയല്ലേ. അപ്പോൾ അങ്ങനെ ആക്കി നിർത്തുക. അങ്ങനെ മെല്ലെ മെല്ലെ ഒരു 3-4 ദിവസം തറിയിലൊക്കെ ഇരുത്തി കഴുകി കൈകാര്യമൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് ചെറിയൊരു ബെന്തോസൊക്കെ വെച്ചിട്ട് സാധാരണ നമ്മളൊരു പുതിയൊരു ആനേനെ നമ്മൾ അഴിക്കണത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമുക്ക് സീറ്റിംഗ് ഉള്ളതും സീറ്റിംഗ് തന്നെയാണ്. ഏത് ആന അഴിച്ചാലും പുതിയൊരു ആനേനെ നമ്മൾ അഴിക്കുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ ആനയെ കാക്കണം. അങ്ങനെ ആനയെ അഴിച്ചു മെല്ലെ അങ്ങോട്ട് അപ്പുറത്തേക്ക് തറിയിൽ നിന്ന് മാറ്റി കെട്ടി. അപ്പം ഈ ഇത്ര ദിവസം ഈ നിന്നോടത്ത് തന്നെ നിന്ന ആനയാണ്. അഴിച്ചു വിടണ വഴി തന്നെ ഒറ്റയടിക്കൊന്നും ആന ചിലപ്പോൾ നടന്ന് പോയിന്ന് വരില്ല. അപ്പം നമ്മൾ മെല്ലെ കയറിപ്പോകാൻ പറഞ്ഞ് മെല്ലെ അഴിച്ചു വിട്ട് മെല്ലെ 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 നടന്ന്. അപ്പം ഇതിൻ്റെ കാലിൻ്റെ അടിയൊക്കെ സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്തായിരിക്കും ആ സമയത്ത്. നീര് കഴിഞ്ഞ് നിൽക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്തായിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു കല്ലോ കാര്യങ്ങളൊക്കെ ചവിട്ടിയാൽ വരെ ഇവർക്ക് വേദന എടുക്കും. ഇത് ഒരു കണ്ടിന്യൂസ് ഒരു 15 ദിവസമൊക്കെ അല്ലെങ്കിൽ ഒരു നടന്ന ആന ഒരു കുറച്ച് ദിവസം കയ്യും കാലും ഉറയ്ക്കണ വരെ ഒരു 10-20 ദിവസം ആനയ്ക്ക് വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് സ്പീഡിൽ നടത്താൻ പാടില്ല. അതുമാതിരി തന്നെ ഒരുപാട് നമ്മൾ അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. അതിന് നേരത്തിന് ഫുഡ് കൊടുക്കണം. അതായത് ഒരു രാവിലെ 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആനേനെ അഴിച്ച് ആനയ്ക്ക് വയറ് നിറച്ച് വെള്ളം കൊടുത്ത് ആനയ്ക്ക് അവല് കൊടുത്ത് അല്ലെങ്കിൽ എന്തിട്ടാണ് ആനയ്ക്ക് കൊടുക്കാറുള്ളത് വെച്ചാൽ ആ സാധനങ്ങൾ കൊടുത്ത് ആനേനെ ആ തറിയിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റി നിർത്തി നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കുക. ഒരു രാവിലെ തൊട്ടിട്ട് ഒരു 11 മണി വരെയുള്ള വെയിലൊക്കെ കൊള്ളിക്കും. ഞാൻ അങ്ങനെ കൊള്ളിക്കും. ഒരു 11 മണി വരെ വെയിലൊക്കെ കൊള്ളിച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ആനയെ അഴിച്ച് തീറ്റയ്ക്ക് പോവുകയാണെങ്കിൽ ആ പോണ സ്ഥലത്ത് തീറ്റ താങ്ങാനൊന്നുമല്ല, അവിടെ കൊണ്ടുപോയി അവിടെ ചെന്ന് മെല്ലെ ഈ തടി കഷ്ണമൊക്കെ ആണെങ്കിൽ മെല്ലെ ആനേനെ കൊണ്ട് മുകളിൽ കയറി ഇരുന്നിട്ട് കാലനക്കി ഓരോ കഷ്ണങ്ങൾ എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഒന്ന് നടന്നൊക്കെ വന്ന് എല്ലാ ദിവസവും ഞാനങ്ങനെയായിരുന്നു. ഞാനവിടെ ഒരു 11 മണി ആകുമ്പോഴത്തേക്കും പിള്ളേർ തീറ്റയൊക്കെ വെട്ടി വരും. രാവിലെ പണി കഴിഞ്ഞിട്ട് അവർ നേരത്തെ തീറ്റയ്ക്ക് പോകും. തീറ്റ പോയിട്ട് തീറ്റയൊക്കെ വെട്ടി വണ്ടിയിൽ കയറ്റി കൊണ്ടുവരും. ആ കൊണ്ടുവന്ന് കഴിച്ച് കഴിഞ്ഞാൽ ആനേനെ മെല്ലെ പിടിച്ചിരുത്തി ഒന്ന് കഴുകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമുള്ള ആനയാണ്. മണിക്കൂറാണെങ്കിൽ രാവിലെ തൊട്ടിട്ട് രാത്രി 12 മണി വരെ ഒന്നും ആനേനെ പിടിച്ച് കിടത്തി കഴുകാൻ പാടില്ല. ഞാനൊക്കെ 1 മണിക്കൂറാണ് കഴുകുക. ഒരു സൈഡ് 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ 2 സൈഡ് കഴുകി എണിപ്പിക്കും. 1.5 മണിക്കൂർ തന്നെ കഴുകാറുള്ളൂ. അപ്പോൾ കഴുകി എണിപ്പിക്കും. പിന്നെ ഈ നീരിന്ന് അഴിക്കണ വഴി തന്നെ ആനേനെ ഈ മറ്റേ എന്താ പറയുക, ഇതിപ്പോൾ ഇന്ന് ആനേനെ നീരിന്ന് ഇരുത്തി നമ്മൾ കഴുകുകയാണ്. അപ്പം തന്നെ കല്ലെടുത്ത് കഴുകാൻ പാടില്ല എന്നല്ല കേട്ടോ, ഞാൻ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്.
നീരിൽ ആനേനെ അപ്പം തന്നെ കല്ല് കാര്യങ്ങളെടുത്ത് കഴുകുക. കാരണം ശരീരമൊക്കെ ആകെ ഇങ്ങനെ ഉടഞ്ഞ് ഇളമ്പിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് കല്ലൊക്കെ എടുത്ത് കഴുകാൻ പാടില്ല. ആനേനെ നല്ല ചകിരി ചെത്തിയിട്ട് ചകിരിക്ക് നല്ല സ്മൂത്തായിട്ട് അധികം കട്ടിയിലല്ലാത്ത രീതിയിൽ ആദ്യം പതുക്കെ പതുക്കെ കഴുകി കൊടുക്കുക. അത് അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോൾ കുറച്ചുകൂടി കട്ടിയിൽ കഴുകി കൊടുക്കുക. അത് ഒരു 3, 4, 5 ദിവസമായി കഴിയുമ്പോൾ കല്ലിന് പരത്തി പതുക്കെ പിടിച്ച് ഓരോ സൈഡിൽ നിന്ന് കഴുകി ഇറക്കി, ഓരോ സൈഡിൽ നിന്ന് അത് പെടലിൽ നിന്ന് ഒരു കഴുകി ഇറക്കി, ഇങ്ങനെ ഇറക്കി നടയുടെ പകുതി ഇറക്കി നിർത്തി. അത് കഴിഞ്ഞ് നമ്മൾ അങ്കപലക എന്ന് പറഞ്ഞ് കഴുകി, അത് കഴിഞ്ഞ് തിരിഞ്ഞ് നിന്ന് ആ ഇരിക്ക സാധനം ചെരിച്ച് കഴുകി. വട്ടന കഴുകും ചിലർ, അങ്ങനെ കഴുകാൻ പാടില്ല. ചെരിക്ക് താഴത്തേക്ക് കഴുകി 2 സൈഡിലേക്കും കഴുകി ഇറക്കി. അതായത് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയും കഴുകി ഇറക്കണം, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയും കഴുകി ഇറക്കണം. ഇത് ലാസ്റ്റ് ഇങ്ങനെ കഴുകി വന്നിട്ട് ഇങ്ങനെ ഒരു കൂടുതൽ വരും. ഇങ്ങനെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എരണ്ടം, ആ വേസ്റ്റായി നിൽക്കുന്ന എരണ്ടം കംപ്ലീറ്റ് പുറത്തേക്ക് പോയി. അപ്പം അങ്ങനെ തന്നെ അമരം കഴുകി, അടിയമരം കഴുകി, അങ്ങനെ കയറി അകത്തോട് കഴുകി, കൈകാലൊക്കെ കഴുകി വൃത്തിയാക്കി. നടയമരം പിച്ചാത്തിക്ക് ചെത്തി കൂട്ടാൻ അപ്പോൾ പാടില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കണം. കല്ലിനെ ഉരച്ച് കഴുകി ഒരുപാട് ഈ കത്തിക്ക് ഉരച്ച് ചീവി നഖം വെളുപ്പിച്ച്, പിന്നെ കത്തിക്ക് നഖം വെളുപ്പിച്ച് കൊണ്ട് നടക്കുന്നത് ഇതാണ്. ഞാൻ ചെത്തി ഒരുക്കുക ചെയ്യുക. അതൊക്കെ ഒരു 10-15 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു 5, 8, 10 കഴുക്കും കാര്യങ്ങളും കുറച്ച് വഴിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആന നമുക്ക് ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തും. അത് എത്തിക്കഴിഞ്ഞാൽ മെല്ലെ കൂടെയുള്ള പിള്ളേരെയും വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ശിവേലി എടുത്ത്, ട്രിപ്പുകാരെ എവിടെയെങ്കിലും പോയി ഒരു ശിവേലി എടുത്താൽ പിന്നെ പരിപാടിക്ക് പോവാണ്. പരിപാടിക്ക് ചെന്നാൽ സദസ്സിൽ ചെന്ന് ആനയെ കയറ്റി നിർത്തി ആനയെ തലയെക്കെട്ടും കെട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്താൽ പരമാവധി അവരുടെ മൂവ്മെൻറ്റുകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. അവരെ ആ സദസ്സിൽ കയറി ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വാശി പിടിക്കും. ആ വാശി പിടിക്കുമ്പോഴൊക്കെ നമ്മൾ അവരെ എന്താ പറയുക, ശരിക്കും ശ്രദ്ധിക്കണം. ഒരു മാസം 1.5 മാസം ആനനെ ഈ പരിപാടികൾ ഒരു 10, 35, 40 പരിപാടി, അല്ലെങ്കിൽ 10, 25, 30 പരിപാടി എടുക്കണം. വരെ ആനനെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. ഞാൻ ഈ അതുള്ള കാര്യങ്ങളായിട്ടോ പറയണേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ആനയെ കൊണ്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് ആന നല്ല സീറ്റിംഗ് ആയി. എനിക്ക് നല്ല സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഫസ്റ്റ് പരിപാടി പാലക്കാട് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരാഴ്ച മുന്നേ ഞാൻ നമ്മുടെ പറഞ്ഞ മോൻ ശിവനെ വിളിച്ചു. ശിവ വായോ, ഞാൻ ഇനി നിൻ്റെ കൂടെ വരില്ല, നീ അവിടെ ഒരു പരിപാടി ഇല്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. നീ വാ ശിവനെ, ഇതിപ്പോൾ പരിപാടി ഇപ്പോൾ തുടങ്ങാൻ പോവാണ്, തലക്കെട്ടായിട്ടും പോകണ്ട. എല്ലാ പ്രാവശ്യം നീ ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ അല്ല മറ്റേ നീ ആ കൂടെ നിൽക്കുമ്പോൾ ഒരു ഇതല്ലടാ, നീ വായോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറി പുള്ളി വന്നു. ഒരു ചേകു എന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യനെ അന്ന് വന്നിരുന്നു. പിന്നെയും പോയിട്ട് അവനെ വിളിച്ചു, ഇവൻ്റെ കൂട്ടുകാരനാവാൻ. അവൻ വന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടിക്ക് പോയി, പാലക്കാട് ഒരു പരിപാടിക്ക് പോയി. അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അത് കഴിഞ്ഞ് ആൾക്കാരായിട്ട് കലിപ്പായി. കുറേ ആൾക്കാർ എന്നെ തല്ലണം അവർക്ക്. അത് 1-2 ആൾക്കാരല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും കൂടിയിട്ട് തല്ലാൻ വേണ്ടിയിട്ട് ഓടിക്കൊണ്ട് വന്നു. അവിടെ അപ്പോൾ ഈ ആൾക്കാരിങ്ങനെ ഇളകി നിൽക്കല്ലേ. അപ്പോൾ കുറേ പിള്ളേർ അവിടെ നമുക്ക് നല്ല കണക്ഷൻ ആയിരുന്നു കേട്ടോ. നല്ല ഇതായിരുന്നു. പക്ഷേ ഞാൻ ഭയങ്കര ബന്ധമായിരുന്നു. അന്ന് 2 ആന അവിടെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 10 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ 8 ദിവസം ഞങ്ങൾ നല്ല 8 അല്ല 9 ദിവസവും നല്ല രീതിക്ക് പരിപാടി. നാളെ ഒരു ദിവസത്തെ പരിപാടിയും കൂടി ഇട്ട് അതിൻ്റെ തലേദിവസമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം അന്ന് നമ്മുടെ കുമ്പളം മഹേഷ് ഏട്ടൻ്റെ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആനയും പിന്നെ നമ്മുടെ ആനയും, അങ്ങനെ 2 ആന. ശിവനുണ്ട്, ചേക്കു എന്ന് പറഞ്ഞ പയ്യനുണ്ട്, ഞാനുണ്ട്. ഞങ്ങളവിടെ അത്ര ദിവസം എന്താണെന്ന് പറയാം, നല്ല ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പാലക്കാട് ഭാഗത്തേക്ക് പിന്നെ അറിയാലോ, പ്രത്യേകിച്ച് സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഭംഗിയല്ലേ. അങ്ങനെ പ്രശ്നമായി. ഞങ്ങൾ അപ്പോൾ വൈകിട്ട് പരിപാടി സമയമായി കഴിഞ്ഞപ്പോൾ ഒരു 7 മണി സമയമായി കഴിഞ്ഞപ്പോൾ പാപ്പാനെ ആന അഴിക്കുക എന്ന് പറഞ്ഞ സമയത്താണ് ഞങ്ങൾ ആനയെ കഴുകി വൃത്തിയാക്കി നിർത്തി ചങ്ങലയൊക്കെ വാരിയിട്ട് പിന്നെ ശിവ മുട്ടങ്ങൽ ഇങ്ങനെ അഴിച്ച് തട്ടി കൂട്ടി മുട്ടങ്ങലെടുത്ത് കൊളത്തി എറുകണ്ണി ഇട്ട് നിൽക്കണു. ഞാൻ ഈ നടൻ അവിടെ ഇങ്ങനെ നിൽക്കണു. അപ്പോൾ അമ്പലത്തിൽ ചെരുപ്പിടാൻ പറ്റില്ല. ഈ ചെരുപ്പ് അങ്ങോട്ട് വെക്കാമെന്ന് ചക്കാന്ന് പറഞ്ഞ വഴി തന്നെയാണ് അവിടുന്ന് ആൾക്കാർ വരുന്നത്. അപ്പോൾ എനിക്ക് അതിന് മുന്നേ സൂചന കിട്ടി, ആൾക്കാർ വരുന്നുണ്ട്, ഇടി ഉണ്ടാവും എന്നുള്ളൊരു സൂചന എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം ഞാൻ ഈ ആനയായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു. ഞാൻ ഫുഡ്, ചോറ് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കൊടുക്കുക. അതുമാതിരി തന്നെ ഞാൻ എനിക്കൊരു ചെങ്ങല പോലും വേണ്ടാത്ത അത്രയും ബന്ധം വന്നു ഈ ആനയായിട്ട്. എനിക്കൊരു ബന്ധം, പക്ഷേ ഈ ആന ഇത്ര സ്നേഹം എനിക്ക് ഉണ്ടായെന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഓടി വരുന്ന തല്ലാൻ വന്ന വഴി തന്നെ ഒരുത്തരെ പൊട്ടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു തള്ള കൊണ്ട് തള്ളി. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേക്ക് ആന അങ്ങനെ എനിക്ക് നടയുണ്ട് പൊക്കി വന്നു. ഇങ്ങനെ നട ഇങ്ങനെ കാണിച്ചു തന്നു മടക്കിയിട്ട് ചാടി കയറി കൊള്ളാനാ. അപ്പം ഞങ്ങൾ ഇത് എല്ലാ ദിവസവും പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ തീറ്റ വെട്ടുകയാണ്. അപ്പോൾ പിള്ളേർ ആ ഭാഗത്തൊക്കെ പോയിട്ട് തീറ്റ വെട്ടും, മെയിൻ റോഡിലേക്ക് ആ വഴിയിലൊക്കെ പോയി തീറ്റ വെട്ടും. അപ്പം ഞങ്ങളിങ്ങനെ രാവിലെ പോവും, ഞാൻ ആനയുടെ മുകളിൽ കയറും, ആന അങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോവും, അങ്ങനെ തീറ്റ വെട്ടും. അപ്പോൾ ഈ വഴിയൊക്കെ എനിക്കറിയാം, 5-8 ദിവസമായിട്ട് നടന്നതല്ലേ, ഭയങ്കര ബുദ്ധിയല്ലേ.
ആനയ്ക്ക് മനസ്സിലായി പ്രശ്നമാണ്. ആൾക്കാരൊക്കെ ഇങ്ങനെ ഇളകി വരുന്നു, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണു, ആൾക്കാർ വടി എടുക്കണു, ഇഷ്ടി എടുക്കണു, എറിയണു, കല്ലെടുത്ത് എറിയണു. ഇതൊക്കെ ആയി കഴിയുമ്പോൾ ആനയ്ക്ക് മനസ്സിലായി പ്രശ്നമാണെന്നുള്ളത്. ഞങ്ങളും ബഹളം വെക്കുകയല്ലേ. നടപ്പൊക്കി തന്നു. ഞാൻ ചാടി മുകളിലേക്ക് കയറി. കയറിൻ്റെ ഉള്ളിൽ കാല് പോലും ഇട്ടില്ല. ആന അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ വഴിയിലേക്ക് അങ്ങോട്ട് കയറിയിട്ട് ആ ഇടത്തെ വഴികൂടെ വെച്ച് വിട്ടുകാനാ. ഞാൻ കയറിൻ്റെ ഉള്ളിൽ കാല് പോലും ഇട്ടിട്ടില്ല. ഞാൻ കാലനക്കണില്ല, ഒന്നും ചെയ്യണില്ല. ആന ഊട്ടാണ്. ഞാൻ പുറത്തു. ഒരു കുറച്ച് ദൂരം ഓടി ചെന്നപ്പോഴത്തേക്കും ഞാൻ കയറിൻ്റെ ഉള്ളിൽ കാലിട്ടു. ഞാൻ വെച്ചടിച്ച് പോവാണ്. ഞാൻ കാലനക്ക വെറുതെ വെച്ച് കൊടുക്കണുള്ളൂ. ആന ഊട്ടാണ് റോട്ടിക്ക്. ആ രണ്ട് സൈഡിൽ പാടാണ്. അതിൻ്റെ നടുക്കടെ ആന പോണേ. അപ്പോഴത്തേക്ക് ഇവര് പുറകെ കുറെ ആൾക്കാർ അടിക്കാനായിട്ട് ഇഷ്ടിയൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് പറമ്പിൽ പോയി പ്രശ്നം ഉണ്ടായി അറിയണമല്ലോ. കാര്യം എന്താണ്, കാരണം എന്താണെന്ന് ആരും ചോദിക്കില്ല. വന്നോര് നമ്മുടെ മെക്കിട്ട് കയറും. വെറുതെ പോണവനായിരിക്കും, അവൻ വരെ കല്ലെടുത്ത് എറിയും നമ്മളെ. കാരണം എന്താണെന്ന് പോലും ചോദിക്കില്ലേ. അങ്ങനെ ഞാൻ വെച്ചടിച്ച് പോകുമ്പോൾ ഈ അവിടെ ഒരു ദാസൻ എന്ന് പറഞ്ഞ പയ്യനായിരുന്നു പരിപാടി അറ്റാക്കുന്നത്. അവൻ അപ്പോഴത്തേക്കും ബൈക്കുമ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു, ബിനോട്ട പരിപാടിക്ക് സമയമായി, പരിപാടി മുടങ്ങും ബിനോട്ട, ആനയെ കൊണ്ട് പോകലേന്ന് പറഞ്ഞു. വട്ടം കയറി നിന്നു ആനയുടെ. വേറെ ആനയില്ല ബിനോട്ട, പരിപാടി എടുക്കണം ബിനോട്ട. പരിപാടി കഴിഞ്ഞാൽ അവർ വെട്ടി കാണിച്ച് കുളത്തിലിടാന്ന് പറഞ്ഞു. അവിടെ നീ കണ്ടില്ല അവിടുത്തെ പ്രശ്നങ്ങളെന്ന് ചോദിച്ചു. അതൊന്നും ഒരു വിഷയമില്ല ബിൻചേട്ടാ, ഇവിടെ ഒരാൾ ചേട്ടനോട് മിണ്ടൂല. ഞാൻ ഒരാൾ പ്രശ്നം ഉണ്ടാക്കട്ടെ, ഞാൻ നോക്കിക്കൊണ്ട് ബിൻചേട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഒരാളും മിണ്ടില്ല ചേട്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടുത്തെ കുറെ പിള്ളേർ സെറ്റുണ്ടായിരുന്നു. ഒരു ഇന്ദുചൂടൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, പിന്നെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. പിന്നെ അങ്ങനെ അവിടുത്തെ കുറച്ച് ആൾക്കാർ പിള്ളേരുകളായിട്ട് ഞാൻ നല്ല കണക്ഷൻ നടത്തും. അപ്പൊ ഞാൻ കാൽമ അങ്ങനെ ആന പിടിച്ച് നിർത്തേക്ക്. ആന അങ്ങനെ കുത്തിക്കുക, ഞാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ കാൽമ പിടിച്ച് നിർത്തേക്കണം. എന്നിട്ട് ഞാൻ തലയിൽ ഇങ്ങനെ തല്ലുകൊണ്ടിരിക്കുക. എനിക്ക് ആനോട് അത്ര അധികം, കാരണം നമ്മളൊരു അടി പോലെ ആന നമ്മുടെ മേത്ത് വിളിച്ചില്ല. ശിവനോടൊക്കെ എങ്ങനെ ആളിച്ചു. ശിവനൊക്കെ ആ വഴിക്ക് കണ്ടത്തിക്കടയ്ക്ക് പോയായിരുന്നത് ഓടിയിട്ട്. ശിവനൊക്കെങ്കിലും ആദ്യം ഓടി പോയി. ഈ മണിയാമ്പൻ ആനയുടെ ആനക്കാരൊക്കെ പറഞ്ഞു എങ്ങനെങ്കിലും ബിനു കൊടുത്ത് രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ പോയി ഞാൻ നോക്കിയപ്പോ ഇവര് തലയെക്കെട്ട് കെട്ടാനായിട്ട് തലയെക്കെട്ട് കെട്ടി നിൽക്കുകയാണ് റോഡിലേക്ക്. ഇപ്പൊ മറ്റേ പുറത്ത് അമ്പലത്തിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ഞാൻ ദാസം പറഞ്ഞു ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആന തിരിച്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കാലടിക്ക് വന്നോണ്ടിരിക്കുക. അപ്പൊ ആന തിരിച്ചപ്പോ ആന പറഞ്ഞ് തിരിയണ്ട, അങ്ങോട്ട് പോകണ്ട, അവിടെ പോയാൽ നമുക്ക് വേണ്ട കിട്ടും. അങ്ങനത്തെ ആനയ്ക്ക് അറിയാലോ അതൊക്കെ. ഞാൻ തലയിൽ തലോടിയൊന്നും കുഴപ്പമില്ലടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തിരിച്ച് ആന വീണ്ടും തിരിച്ച് ഞങ്ങൾ വീണ്ടും അമ്പലത്തിലേക്ക് തന്നെ വന്നു. ആ അമ്പലത്തിലേക്ക് വന്നു. അവിടെയുള്ള ആൾക്കാർ ഇപ്പൊ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഞാനാന്നുള്ളത് കുറെ ആൾക്കാർക്ക് അറിയാൻ പാടില്ല. ഇപ്പൊ വീഡിയോ കാണുമ്പോൾ പൂർത്തിയാവും. എന്നാലും വേണ്ടിയില്ല. കാരണം അത് ഞാൻ പറയണത് ആ ആന എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന അത്രയധികം നാടനാന അങ്ങനെയാണേ. കാരണം കഴിഞ്ഞ കൊല്ലം മൊത്തം എന്നെ കണ്ണീര് ഒരു പിടി ചോറ് ഇങ്ങനെ തിന്നാൻ ആന എന്നെ സമ്മതിച്ചിട്ടില്ല. ആനയാണ് പിറ്റേ കൊല്ലം എൻ്റെ കൂടെ അത്രയൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കണം. ആനകള് നമ്മളെ സ്നേഹിക്കില്ല, നമ്മളതൊക്കെ. അത് ഞാൻ പിന്നെ പറയാം. അവിടെ നിന്ന് ഞങ്ങൾ ആനയെ കൊണ്ട് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ച് ആനപ്പുറത്ത് തന്നെ വരണം. ആന നല്ല സ്പീഡിൽ തന്നെ വരണം. അവിടെ വന്ന് നിന്നിട്ട് ആന വന്നു. ഞാൻ ആനയുടെ മുകളിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ശിവനെ മുകളിൽ കയറ്റി, ശിവൻ തലയിട്ട് കെട്ടി ആ പരിപാടി എടുത്ത് അങ്ങനെ നിൽക്കണം. ഞാൻ ആനയുടെ അകത്തോടെ നിൽക്കുക. അപ്പൊ അപ്പുറത്തുനിന്ന് ആൾക്കാർ വഴിയട്ടാ നിനക്ക് തരാട്ടാന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം പോലും ഉണ്ടാകുന്നില്ല. തൊടിപൊടി കുത്തിപ്പിടിച്ച് വേഷനടിച്ച് നിൽക്കുക. അപ്പൊ ആനയ്ക്ക് കുറച്ച് പട്ട കൊടുത്തിട്ട് കൊടുത്തു. തിന്നില്ല ആന. പട്ടൻ്റെ കൊടുത്ത് കഴിഞ്ഞ് പറഞ്ഞ് പട്ട ഇങ്ങനെ എടുത്തിട്ട് ആന അങ്ങോട്ട് നീക്കി അങ്ങോട്ട് ഇട്ടു. ആന റെഡി ആയിട്ടാ നിൽക്കണേ. അതാടാ ഞാനുണ്ടതൊക്കെ ഒന്ന് കണ്ണൊക്കെ ഇത്രയായിട്ട് ഇങ്ങനെ നിൽക്കണം നോക്കിയിട്ട്. അപ്പൊ എനിക്ക് നല്ല ധൈര്യമായി. ഇടയ്ക്ക് ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി നിൽക്കുമ്പോൾ ആന എന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് ചേർന്ന് നിൽക്കും. അത്രയും നമുക്ക് ഒരു ഭയങ്കര ഒരു ബന്ധം വന്നൊരു ആനയും അത്. അവിടെ നിന്ന് പരിപാടി കഴിഞ്ഞ വഴി തന്നെ ഞാൻ ചാടി മുകളിൽ കയറി. ആനയുടെ മുകളിൽ കയറി. കാപ്പിക്കാശൊന്നും കിട്ടിയില്ല. എൻ്റെ മുതലാളിക്ക് അവിടെ 5-8 ദിവസം പരിപാടി എടുത്ത പൈസ കിട്ടിയില്ല. അതൊക്കെ പോയി. എത്ര ദിവസം പരിപാടി എടുത്ത പൈസ വരെ പോയി. അപ്പോൾ ആനയുടെ മുകളിൽ കയറിയിട്ട് ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റി നിർത്തി. അപ്പോഴും ആൾക്കാർ പുറത്ത് തല്ലാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കണം. അപ്പം അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ടുവന്ന് അങ്ങനെ നിർത്തിയേക്കണം. നിർത്തി കഴിഞ്ഞപ്പോൾ വിഷ്ണു എന്ന് പറഞ്ഞ പയ്യനും ഇന്ദുചൂടനും ആ പിള്ളേരൊക്കെ വന്നു. അവിടുത്തെ കുറച്ച് പിള്ളേർ സെറ്റുകളൊക്കെ വന്നു പറഞ്ഞു, ചേട്ടൻ ആരും ഒന്നും ചെയ്യില്ല ചേട്ടാ ഇവിടെ. ഞങ്ങൾ ചേട്ടനെ ഇവിടുന്ന് ഇതാക്കി. ഞാൻ പറഞ്ഞു ഇവിടുന്ന് അടി കൊണ്ടിട്ട് പോകാൻ പറ്റില്ല. ഞാൻ ആനയുടെ മുകളിൽ തന്നെ ഇരിക്കുക, ഇറങ്ങിയിട്ടില്ല, താഴെ ഇറങ്ങിയിട്ടില്ല. അപ്പൊ ശിവനൊക്കെ വന്നിട്ട് നിൽക്കുന്നത് എന്ത് ചെയ്യും, മറ്റേ ആനക്കാർ വന്നിട്ട് എന്ത് ചെയ്യണം, അമ്പലത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി അടി ഉറപ്പാണ്. ഞാൻ പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല, എന്തായാലും വിഷ്ണു നിങ്ങൾ ഇതുവരെ എന്നെ അടുത്ത് സഹകരിച്ചില്ലേ, ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ നിന്ന് ഞാൻ പോവാണ്. ഈ അമ്പലത്തിന്റെ ബാക്കിട്ട് കഴിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു, ചേട്ടാ ഒരു ബൈക്ക് ഫ്രണ്ടിൽ പോവും, ആ ചക്കൻ വഴി അറിയണ ചക്കനാ, ചേട്ടാ അവന്റെ പിന്നാലെ വിട്ടോളം പറഞ്ഞു. ശരിയടാ മോനെന്ന് പറഞ്ഞു. ഞാൻ ആനയുടെ എല്ലാം വാഴച്ച് മേയിച്ചങ്ങല ഇങ്ങോട്ട് വട്ടം ആ ചങ്ങലയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചാടാന്ന് പറഞ്ഞു ശിവന്റെ അടുത്ത്. ആ മേയിച്ചങ്ങല ആ മരത്തിൽ നിന്ന് ഇങ്ങോട്ട് അഴിച്ചു. ഞാൻ മുകളിൽ തന്നെ ഇരിക്കുക. ആ മേയിച്ചങ്ങല ഇങ്ങോട്ട് അഴിച്ച് എനിക്ക് മുകളിലേക്ക് ശിവൻ മുകളിൽ തന്നു. അതങ്ങനെ എടുത്ത് കൊളത്തി വട്ടം ചങ്ങല വട്ടം മാറ്റിയിട്ടേക്കുക. എന്നിട്ട് ഇനി ഞങ്ങള് അങ്ങോട്ട് പട്ടക്കാനുള്ള പരിപാടി തന്നെയാണെന്നുള്ളത് തീരുമാനമാക്കിയിട്ട് ഞാൻ പറഞ്ഞു ആ ഇടയുടെ ഏറുവണ്ടി 2 ഇട്ടോളാൻ പറഞ്ഞു.
ഇവിടെ വന്നിട്ട് ഇട്ടോളാൻ പറഞ്ഞു. ഞാൻ മുകളിലിരിക്കുക. അപ്പൊ ശിവൻ വന്നിട്ട് നടയുടെ അവിടെ വന്നിട്ട് ഇടയുടെ അത്ര നേരം ശിവൻ ആനയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ഞാനും വരില്ല ഞാനൊന്നും വരില്ല എന്ന് പറയുന്നതാണ്. അവൻ വന്നിട്ട് നടയുടെ ഏറുവണ്ടി എടുത്തിട്ട് 2 ഏറുവണ്ടിയിലും പട്ട എടുത്തിട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റണ്ണിങ്ങിൽ പോണ സമയത്ത് ഈ ഇട എങ്ങാനും ഊരി പോയി കഴിഞ്ഞാൽ, ഒരു തല എങ്ങാനും ഊരി പോയാൽ ഈ ആനയുടെ നടയമ കിടന്ന് അടിച്ചടിച്ച് ആനയ്ക്ക് ഓടാൻ പറ്റില്ല. അപ്പൊ ഈ ഇട 2 ഏറുവണ്ടിയും പൂട്ടിയിട്ട് പിന്നെ വിട്ടുപോയില്ല. ഫുൾ സേഫ്റ്റിയിലാണ് പോണത്. അവിടെ നിന്ന് ഇവിടെ ആനയുടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഒരു വിടല് വിട്ടിട്ട് ശിവപ്രസാദ് റോഡിൽ കൂടെ പോണാണ്ട് കഴിഞ്ഞാൽ ഞാൻ ബൈക്ക് ചെക്കൻ പോണതിൻ്റെ ഒരു അതുപോലെ ആന കൂത്തിരെ പോണ പോലെ പോവാ. ഞാൻ പുറത്തു പോകും. ഇടയ്ക്ക് എൻ്റെ കയറ്റിൽ നിന്ന് കായറിൻ്റെ ഉള്ളിൽ നിന്ന് കാലൊക്കെ ഊരി പോവാണ്. അമ്മാരും ആന എന്നെ സേഫ് ആക്കിയിട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ദൂരം 3-3.5 കിലോമീറ്ററോളം നല്ല സ്പീഡിൽ പോയി. അത് കഴിയുമ്പോൾ ഞാൻ റണ്ണിങ്ങിൽ ഡാഡുവിനെ പോകാൻ വിളിച്ചു. ഡാഡു അപ്പോൾ വണ്ടി വേറെ കണ്ട കൊണ്ടിട്ടേക്കണം. ഡാഡു വീട്ടിൽ. ഞാൻ പറഞ്ഞു ഡാഡു പണി പാളിയിട്ടുണ്ട്, ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ആൾക്കാർ കരിപ്പായി ആനയും കൊണ്ട് പോരുകയാണ്, നീ വണ്ടി കൊണ്ട് വേഗം വായെന്ന് പറഞ്ഞു. അങ്ങനെ ഡാഡു അവിടുന്ന് വണ്ടി എടുത്തിട്ട് വേഗം വന്നു. ഞങ്ങൾ അതിലെ ഏതൊക്കെ പാടത്തേക്കടെ പറമ്പിക്കടെയൊക്കെ ചാടി ആ ചെക്കൻ ഒരു സ്ഥലത്ത് ഒരു കൂട്ടുവഴിക്കടെ ഒക്കെ പോയി. എല്ലാ വഴികളും കയറ്റി മെയിൻ റോട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് ആനയെ നിർത്തിയിട്ട് പറഞ്ഞു. അപ്പോഴത്തേക്കും വിഷ്ണു പിള്ളേർ കാര്യങ്ങളെല്ലാവരും വന്ന് പറഞ്ഞു, ചേട്ടാ ഇനി ഇവിടെ ഒരാളും വരില്ല, ഇനി നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ പാലക്കാട് എൻ്റെ കൂട്ടുകാരൻ, എൻ്റെ ഗോകുല്, എനിക്കൊരു 26 കൊല്ലമായിട്ടുള്ള കൂട്ടുകാരനാണ് ഗോകുൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരൻ. ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആളിയാ ഞാൻ സ്ഥലത്തില്ലടാന്ന് പറഞ്ഞു. ഞാൻ 2-3 പിള്ളേരെ അങ്ങോട്ട് വിടണ്ടെന്ന് പറഞ്ഞു. പിള്ളേരെ അങ്ങോട്ട് വന്നോളും, ബാക്കി അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവൻ്റെ ഒരു 4 പിള്ളേർ, 2-3 വണ്ടിയും 4 പിള്ളേർ അവിടെ വന്നു. എന്നിട്ട് ഞാൻ ആനേനെ നിർത്തിയിട്ട് ആനയ്ക്ക് അവിടെ നിന്ന് എനിക്കങ്ങോട്ട് സന്തോഷമായിട്ട് ആനയുടെ മുകളിൽ നിന്നിട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് വിഷ്ണു പറഞ്ഞു ആ പയ്യനൊരു 7up കൊണ്ട് തന്നു. ആ 7up പകുതി ഞാൻ കുട്ടിച്ചിട്ട് പകുതി ഞാൻ ആനയ്ക്ക് കൊണ്ട് കൊണ്ടിട്ടു. ഇവിടെ കെട്ടി പിടിച്ചു ആനേനെ. ഒരു കുറേ ഉമ്മ കൊടുത്ത് കെട്ടി പിടിച്ചു. ആന എന്നെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ കൈ ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ആന ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. ആനയുടെ ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് നിങ്ങൾക്ക് അത് പറയാൻ പറ്റും. ആന നമ്മൾ സ്നേഹം കൂടി നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ച് ആന ഒന്നും ചെയ്യില്ല, സൈലന്റ് ആയിട്ട് നിന്നിട്ട് ഇങ്ങനെ കുറുകുള്ളൂ, എന്ന് പറഞ്ഞുള്ള കുറുക്ക് മാത്രം ഉണ്ടാവുള്ളൂ. എന്നിട്ട് ആന കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നത്. അങ്ങനത്തെ ഒരു ആനയത്. അവിടുന്ന് പിന്നെ എനിക്ക് ആനേനെ അവിടുന്ന് പിന്നെ ഭയങ്കര സ്നേഹമായി. ഞാൻ പിന്നെ ഒരു ചങ്ങല വേണ്ട എനിക്ക്, ഫുള്ള് മോളിൽ തന്നെ സർവീസ്. അങ്ങനെ പരിപാടികൾ. പിന്നെ അവിടുന്ന് വണ്ടി കയറ്റി അവിടുന്ന് നേരം വെളുക്കാറായി. ഞാൻ കിടന്നുറങ്ങുക, ആന അങ്ങനെ നിൽക്കണു. ആനയ്ക്ക് ആ ഒരു വീട്ടിൽ നിന്ന് രാത്രി 12:30 ആയപ്പോൾ ഒരു ചേട്ടനെ വിളിച്ച് എണീപ്പിച്ച്, ചേട്ടാ ആനയ്ക്ക് വെള്ളം കൊടുത്തോട്ട്, ഓസ് കണ്ടിട്ടാണ് വെള്ളം കൊടുത്തോട്ട്. അതിനെന്താ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വന്ന് വെള്ളം കൊണ്ടുവന്നു. ആനയ്ക്ക് വയറ് നിറച്ച് വെള്ളം കൊടുത്തു. അവിടുന്ന് കുറച്ച് പട്ടയൊക്കെ വെട്ടി കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഞാൻ ആനയുടെ അടുത്ത് തന്നെ പായ അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ അങ്ങനെ ഒന്ന് കടന്നപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങി. അപ്പോഴത്തേക്ക് ഒരു 3-4 മണിക്കൂർ കൊണ്ട് ഡാഡു വണ്ടിയെ കൊണ്ട് പറന്നു വന്നു. 2-2:30 ആയപ്പോൾ പറന്നു വന്നു. എന്നിട്ട് എന്തുണ്ടായിരുന്നു ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. ലോറി കണ്ട വഴി തന്നെ ആന 2 പ്രാവശ്യം അടിച്ചു. ഇവിടെ വണ്ടി വന്ന് എണീക്കും അപ്പാനെ എന്ന ആന തട്ടി മേടിച്ച് ആന നിലം കൈ അടിച്ചപ്പോൾ ഞാൻ ചാടി എന്നിട്ട് ഞാൻ ദൈവം പിന്നെ വന്ന ഒരു വിചാരിച്ചു. ലോറി വന്നെ കണ്ടട്ടാന്ന് പറഞ്ഞു. ലോറി വന്ന് അവൻ നേരെ ബാക്ക് ഇട്ടു, കഴയൊക്കെ പടയെന്ന് പറഞ്ഞിട്ട് നേരെ ലോറിയിലേക്ക് കയറ്റി. ലോറിയിൽ കയറ്റിയിട്ട് ഞങ്ങൾ പോന്നു. പിറ്റേ ദിവസം രാവിലെ രഞ്ജനോട് എന്ത് പറയും, പണി പാളി. ഇത്ര ദിവസം പരിപാടി എടുത്ത കാശ് കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഇതോടുകൂടി നമ്മുടെ പണി തീരുമാനമായി. പണി കഴിഞ്ഞു. കുറച്ച് അന്ന് ആനയെ കെട്ടി കൊടുക്കാം. ഇത്ര നല്ലൊരു ആനേനെ കെട്ടി പോകണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ അതിനും വലിയ വിഷമമാണ്. വീട്ടിൽ നിന്ന് രാവിലെ രഞ്ജേട്ടൻ വിളിച്ചിട്ട് ആ തറയിലേക്ക് എത്തിയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ സംസാരം ഉണ്ടല്ലോ, പെരുമ്പിലാവ് അത്തരൊരു സംസാരം ഉണ്ടല്ലോ, ഭയങ്കര ഇഷ്ടമായി. ഈ ആ തറയിലേക്ക് എത്തിയില്ലേ എന്നിട്ട് പറഞ്ഞിട്ട് പുള്ളി ചിരിക്കുക കളിയാക്കിയിട്ട്. ഞാൻ പറഞ്ഞു രഞ്ജേട്ടാ പറ്റിപ്പോയി, സോറി, ക്ഷമിക്കണം, മൊത്തം പറ്റിപ്പോയി ചേട്ടാ എന്ന് പറഞ്ഞു. ഇന്ന പോലെയാണ് കാര്യങ്ങൾ ഇന്നതാന്ന് പറഞ്ഞു. ആ പുള്ളി പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല വിനോദം, വിഷയമില്ലേ. പിന്നെ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മറ്റേ ആരും ഇപ്പം എന്തെന്ന് പറയാം. അപ്പം നമുക്ക് എന്താ പറയാ, എല്ലാവർക്കും പള്ളിയിലച്ഛനായിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം അടിയും ബഹളം തിക്കുന്നവർക്കൊക്കെ ഉണ്ടാവും. ഇതൊക്കെ സാധാരണ ഇവിടെയുള്ള കേരളത്തിലുള്ള ആൾക്കാരുടെ കയ്യിലുള്ള എല്ലാ സ്വഭാവങ്ങളും അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നല്ലവനാണെന്നോ അല്ലെങ്കിൽ എന്നെ ചില്ലുകുട്ടി കയറ്റി വെച്ചിട്ട് എല്ലാവരും ആരാധിക്കണമെന്ന് ഞാൻ ഒരാളോടും പറയാറില്ല. എല്ലാ അഭ്യാസങ്ങളും എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് എന്താ ചെയ്യാനുള്ള അവകാശങ്ങളില്ലേ. അപ്പം പുള്ളി അതങ്ങനെ ഇങ്ങനത്തെ ഒരു മൈൻഡിൽ അങ്ങോട്ട് കളഞ്ഞു പുള്ളി. അപ്പം ഞാനും അത് ഓക്കെ ശരി. അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടികളായിട്ടോ. അപ്പം ലോളരിയിലുള്ള ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദാസൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. അവൻ അവിടെ എനിക്ക് പരിപാടി എടുത്തുണ്ടായിരുന്നു. ഡെയിലി പരിപാടി, എന്നും പരിപാടിയുണ്ട്. ഞങ്ങൾ പരിപാടിക്ക് പോയാലും ഞാൻ ഇതിനൊരു കമ്പ് തല്ലില്ല, ഒരു അടി പോലും അടിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നടനെ ഒരു വേറൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ കാലിൻ്റെ ഒരു വിരലിൻ്റെ ഒരു ഇതുണ്ട്. ഞങ്ങളിൽ എടപ്പാൾ ശങ്കരകുളം ഭാഗത്തൊരു പരിപാടിക്ക് പോയതാ.
ആ പരിപാടിക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഈ ആനയുടെ കാലിൻ്റെ നടയുടെ അവിടെ ഇങ്ങനെ കാല് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ എവിടെ ചെന്നാലും ഞാൻ ഒരു ചാക്ക് കൊണ്ട് നടക്കും. നമ്മൾ ഈ സാധാരണ പഞ്ചസാര ചാക്കില്ല, അങ്ങനത്തെ ചാക്ക്. രാത്രി എനിക്ക് ഈ ഉറക്കത്തിൻ്റെ പരിപാടി, ഉറക്കം ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ എഴുന്നള്ളിച്ച് നിൽക്കുകയാണെങ്കിൽ ആ നടയിൽ ഇടയൊന്നും കൂട്ടിൽ ഒന്നും ചെയ്യില്ല. ആ നടയിൽ പായായിരിക്കും. ഞാൻ അവിടെ കൊടുക്കും. ഈ പിള്ളേരെന്തെങ്കിലും തീറ്റ വെട്ടിട്ട് കൊടുക്കും. ആന അതൊക്കെ തിന്ന് നിൽക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പരിപാടി കഴിഞ്ഞ് വൈകിട്ട് ഒരു 6 മണിക്ക് പൂരം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 6:30, 6:30, 6:45 ആകുമ്പോൾ പൂരം കഴിഞ്ഞ് അവിടെ ചെന്ന് ആനയ്ക്ക് വയറിറച്ച് വെള്ളം കൊടുത്ത് ആനേനെ ഫുള്ളായിട്ട് തണുപ്പിച്ച് നല്ല ഇതാക്കിയിട്ട് ആനയ്ക്ക് കിടക്കാൻ പറ്റണ ഒരു സ്ഥലത്താണ് ഞാൻ ആനയെ കൊണ്ട് കെട്ടുള്ളൂ. ഞാൻ ആൾക്കാരുടെ ഇടയിൽ കൊണ്ട് കെട്ടില്ല. ആനയ്ക്ക് കിടന്നുറങ്ങണം, വിശാലമായിട്ട് ആരും ശല്യമില്ലാതെ അതിന് ക്ഷീണം മാറ്റി അത് കിടന്നുറങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിനെ പറ്റി സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ കെട്ടുക. ഒരു 7 മണിക്ക് 7:30 ആകുമ്പോൾ കൊണ്ട് കെട്ടി ഒരു 8:30, 9, 9:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ആള് തീറ്റയൊക്കെ കഴിഞ്ഞിട്ട് ആള് ഫു ഫു എന്ന് പറയും. അപ്പം തന്നെ ഞാൻ കിടന്നോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് കിടന്നോളാന്നൊക്കെ പറഞ്ഞ് അവിടെ ഉള്ള കല്ലോ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തട്ടിക്കളഞ്ഞ് ആനയുടെ മേത്ത് വല്ല കുറ്റിയോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെത്തിക്കൂട്ടി വൃത്തിയാക്കി, ആനയ്ക്ക് എവിടെയെങ്കിലും കിടന്ന് ആനയുടെ മേത്ത് മുറിവ് പറ്റുമോ, ആനയ്ക്ക് കിടന്ന് അവിടെ കല്ല് കൊണ്ട് മുഴയ്ക്കുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കി. പിന്നെ കിഴക്കാൻ തൂക്കാൻ ആനയെ കിടത്താൻ പാടില്ല. ഒരു പൊക്കപ്പുറത്ത് കൊണ്ടുവന്നിട്ട് ആന കിടക്കുമ്പോൾ തല കുഴിയിലായി പോയാലും ആനയ്ക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റില്ല. ആന സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി നല്ല രീതിക്കാണെന്നുണ്ടെങ്കിൽ ആനയെ കൊണ്ട് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ ഒരു കിടന്നുറങ്ങിയ വിശ്വാസപ്പെട്ടിട്ട് നമ്മുടെ അടുത്ത് കിടക്കണമെങ്കിൽ ആനയ്ക്ക് നമ്മളോടൊരു വിശ്വാസം വേണം. നമുക്ക് ആനയോടൊരു വിശ്വാസം വേണം. അത് പെട്ടെന്ന് അഴിക്കുന്ന ആനയ്ക്കൊന്നും ഉണ്ടാവില്ല. കുറച്ച് നാളായി എൻ്റെ കൂടെ ഇടപഴകി അവരുടെ സ്വഭാവങ്ങളൊക്കെ മാറി കഴിയുമ്പോൾ നമുക്കിതൊക്കെ മനസ്സിലാവും. അപ്പം അങ്ങനെ അത് കിടത്തി ഉറക്കി ഒരു 12:30, 1 മണിയൊക്കെ ആകുമ്പോൾ കമ്മിറ്റിക്കാർ വിളിക്കും. അപ്പോൾ എന്തായാലും ഒരു 2, 2.5, 3 മണിക്കൂർ ഇദ്ദേഹം സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള എല്ലാ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ചില സമയത്തൊക്കെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പം എന്ത് ചെയ്യും, നമ്മൾ ഇവനെ പിടിച്ച് കിടത്തി ഉറക്കി അവൻ്റെ ക്ഷീണമൊക്കെ മാറ്റി അവനെ ഉഷാറാക്കി കമ്മിറ്റിക്കാർ വന്ന് വിളിക്കും. വിളിക്കണ സമയത്ത് എളിപ്പിച്ച് കൊണ്ട് പൊടിയൊക്കെ തട്ടി, മണ്ണൊക്കെ വരിയിട്ടുണ്ട് ആ പൊടിയൊക്കെ തട്ടി കൊണ്ടുപോയി ഇത്തിരി വെള്ളമൊക്കെ കൊടുത്ത് അതിൻ്റെ കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കയ്യും കൊണ്ടും കാലും കൊണ്ടൊക്കെ ഒന്ന് ഓടിച്ച് കളഞ്ഞ് അതിന് വയറ് നിറച്ച് വെള്ളം കൊടുത്ത് രാത്രി ഒരു 12, 1 മണി സമയം എന്ന് പറഞ്ഞാൽ ആന നല്ല വെള്ളം കുടിക്കും. വെള്ളമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കുടിച്ച് അതിൻ്റെ കൊമ്പൊക്കെ കഴുകി, അതിൻ്റെ ഉള്ളിൽ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ കൊമ്പിൻ്റെ 2 കൊമ്പിൻ്റെ ഉള്ളിൽ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് പോയിട്ട് പൂരപ്പറമ്പിൽ ചെന്ന് തലയെക്കെട്ട് കെട്ടി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇവിടെ ചോദിക്കും, മേളത് എത്ര നേരം ഉണ്ടാവും ചേട്ടാ? ഇവിടെ ഒരു 1.5 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അവിടെ കൊണ്ടുവന്ന് നിർത്തുക, ആവശ്യമുള്ള പട്ട വെട്ടിയിട്ട് കൊടുക്കുക. ഒരു 1.5 മണിക്കൂർ പൂരണെങ്കിൽ 1 മണിക്കൂർ തിന്നാനുള്ള പട്ട 2, 3 പട്ട കൊണ്ടുവന്ന് വെട്ടിയാണ് കൊണ്ടുവന്നിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് പറയും, പിള്ളേരെ നിങ്ങൾ എവിടെയെന്ന് വെച്ചാൽ പോയി കുറച്ച് നേരം കിടന്നുറങ്ങിക്കുക. അപ്പോൾ അവർ വല്ല ബസ് സ്റ്റോപ്പിലോ അവിടെ ഇവിടെയൊക്കെ അവരും കിടക്കും. ഞാൻ ഈ ആനയുടെ നടയുടെ അടിയിലും കിടന്നുറങ്ങും. ഈ മേളം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇതാക്കിയിട്ട് ഈ കുത്തുവിളക്കുകാരൻ കുത്തുവിളക്ക് എടുത്തിട്ട് അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ ഇദ്ദേഹം നമ്മളെ വിളിക്കും. കൈ കൊണ്ട് തട്ടേ അല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഊതേ, അല്ലെങ്കിൽ ഈ അകത്ത് ഞാൻ ഇങ്ങനെ കാല് നടയുടെ അവിടെ ഇങ്ങനെ കാല് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങിപ്പോയി. അന്നുണ്ട് അയാള് ഈ കാല് ഇതെന്താ ഇതിപ്പോൾ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഈ വിരലുകളെല്ലാം ഇങ്ങനെ മടങ്ങില്ലേ, പക്ഷെ ഇത് മാത്രം മടങ്ങില്ല. ഈ ഒരു വിരല് ഇതിങ്ങനെ പകുതി ഇങ്ങനെ നിൽക്കും. നമ്മൾ വില പിടിച്ചാലും ഇന്നത് മടങ്ങില്ല. ഇത് പുള്ളി ഒരു തവണ പിടിച്ചൊരു തിരിച്ചതാ. ആഹാ ഒരു പരിപാടിക്ക് പോയിട്ട് ഞാൻ ആ നടയമ കാല് വെച്ച് കിടന്നുറങ്ങി. ഇങ്ങേര് ആ രാത്രി പൂരം കഴിഞ്ഞിട്ട് ആൾക്കാർ പോകാൻ നേരത്ത് വിളിച്ചിട്ട് ഞാൻ എണീറ്റില്ല. അപ്പോൾ ആളങ്ങനെ നഖത്തിൻ്റെ മറ്റേ ഈ ആ തുനിക്കൈയുടെ ഇടയും കൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നഖത്തുമ്പോൾ ഇങ്ങോട്ട് പിടിച്ചിട്ട് എന്താ കാണിച്ചതെന്ന് എനിക്കറിയില്ല. പിടിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം ഈ കാല് ജന്മം ചെയ്ത നിലത്ത് കുത്താൻ പറ്റില്ല. ഞാൻ എക്സ്റേ എടുത്ത് നോക്കി, മറ്റുള്ള സാധനമൊക്കെ ചെയ്ത് നോക്കി, എന്താ സംഭവം ഒരു പിടിയില്ല. അന്ന് പുള്ളി അത് തന്ന 2 ദിവസം നല്ല നീരുണ്ടായിരുന്നു, വേദന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ മാറി ഇങ്ങനെ ആവില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ ബലം പിടിച്ച് ഇത്ര വരെ വരും, പിന്നെ ഇങ്ങോട്ട് ആവില്ല. അതെന്തോ ഒരു പ്രശ്നം അങ്ങനെ പറ്റിയതാ. അത് പുള്ളിയാക്കി തന്നാൽ അത്. അപ്പം ഞങ്ങൾ അത്രയും ബന്ധായിരുന്നു. പിന്നെ അത്ര പരിപാടി എടുത്ത് തൃശ്ശൂർ പൂരം അങ്ങോട്ടും ഇങ്ങനെ തൊട്ടിട്ട് ഏകദേശം പറയാൻ പറ്റില്ല, അത്ര അധികം പരിപാടി എടുത്തിട്ടുണ്ട് പുള്ളിനെ.